നമ്മുടെയെല്ലാം ജീവിതത്തിൽ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലേ? പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്കിടയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു മരുന്നിനെക്കുറിച്ചാണ്. ഓവറോൾ ജി ടാബ്ലറ്റ്. നിങ്ങളിൽ പലരും ഈ പേര് കേട്ടിട്ടുണ്ടാവാം. ചിലർ ഇത് ഉപയോഗിക്കുന്നുമുണ്ടാവാം. എന്താണ് ഓവറോൾ ജി? എന്തിനാണിത് ഉപയോഗിക്കുന്നത്? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ? ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം? തുടങ്ങി നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ലളിതവും വ്യക്തവുമായ ഉത്തരം നൽകാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം മരുന്നുകളെക്കുറിച്ചുള്ള ശരിയായ അറിവ് വളരെ പ്രധാനമാണ്. എന്താണ് ഓവറോൾ ജി? അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓവറോൾ ജി എന്നത് പ്രധാനമായും ഒരു ഗർഭനിരോധന ഗുളികയാണ്. അതായത് ഗർഭധാരണം തടയുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത്. ഇതിൽ 2 പ്രധാനപ്പെട്ട ഹോർമോണുകൾ അടങ്ങിയിരിക്കുന്നു: ഈസ്ട്രജൻ, പ്രൊജസ്റ്റിൻ എന്നിവയുടെ സിന്തറ്റിക് രൂപങ്ങൾ. ഓവറോൾ ജിയിൽ ഇത് എഥിനൈൽ എസ്ട്രാഡിയോൾ, നോർജസ്ട്രൽ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ 2 ഹോർമോണുകളും സ്ത്രീകളുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നവയാണ്. അവയുടെ കൃത്രിമരൂപങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ ചില പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയാണ് ഈ ഗുളിക ചെയ്യുന്നത്. ഓവറോൾ ജി എങ്ങനെയാണ് ഗർഭധാരണം തടയുന്നത്? വളരെ രസകരമായ ഒരു പ്രവർത്തനമാണ് ഇതിന്റെ പിന്നിലുള്ളത്. പ്രധാനമായും 3 രീതികളിലാണ് ഓവറോൾ ജി ഗർഭധാരണം തടയുന്നത്. അണ്ഡോൽപാദനം തടയുന്നു, പ്രിവെൻസ് ഓവുലേഷൻ. ഒന്നാമതായി, ഈ ഗുളിക അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തുവരുന്ന പ്രക്രിയയെ, ഓവുലേഷനെ തടയുന്നു. അണ്ഡമില്ലെങ്കിൽ ബീജത്തിന് അതുമായി സംയോജിക്കാൻ കഴിയില്ലല്ലോ, അങ്ങനെ ഗർഭധാരണം സംഭവിക്കുകയുമില്ല. സെർവിക്കൽ മ്യൂക്കസ് കട്ടിയുള്ളതാക്കുന്നു, തിക്കൻസ് സെർവിക്കൽ മ്യൂക്കസ്. രണ്ടാമതായി, ഗർഭാശയമുഖത്തുള്ള ശ്ലേഷ്മം സെർവിക്കൽ മ്യൂക്കസ് ഇത് കട്ടിയുള്ളതാക്കി മാറ്റുന്നു. ഇത് ബീജത്തിന് ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ദുഷ്കരമാക്കുന്നു. ഗർഭാശയത്തിന്റെ ആവരണത്തിൽ മാറ്റം വരുത്തുന്നു, ആൾട്ടസ് യൂട്ടറൈൻ ലൈനിംഗ്. മൂന്നാമത്തെ രീതി, ഒരുപക്ഷെ അണ്ഡവും ബീജവും സംയോജിച്ചാൽ പോലും ആ ഭ്രൂണത്തിന് ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സാധിക്കാത്ത രീതിയിൽ ഗർഭാശയത്തിന്റെ ഉൾപ്പാളിയിൽ ഇത് മാറ്റങ്ങൾ വരുത്തുന്നു. ഈ 3 പ്രവർത്തനങ്ങളിലൂടെ ഓവറോൾ ജി വളരെ ഫലപ്രദമായി ഗർഭധാരണം തടയുന്നു. മറ്റെന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ? ഉണ്ട്. ഗർഭനിരോധനത്തിന് പുറമെ മറ്റു ചില ആവശ്യങ്ങൾക്കും ഡോക്ടർമാർ ഓവറോൾ ജി നിർദ്ദേശിക്കാറുണ്ട്. ക്രമരഹിതമായ ആർത്തവം, ഇറഗുലർ പീരിയഡ്സ്, ആർത്തവചക്രം ക്രമമല്ലാത്തവർക്ക് അത് ശരിയാക്കിയെടുക്കാൻ ഈ ഗുളിക സഹായിക്കും. അമിതമായ വേദനയും രക്തസ്രാവവും. ആർത്തവ സമയത്തെ കഠിനമായ വേദനയും അമിതമായ രക്തസ്രാവവും നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, PCOS പോലുള്ള ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളുടെ ചികിത്സയിലും ഇത് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പാർശ്വഫലങ്ങളും. സാധാരണയായി കണ്ടുവരുന്ന ചില പാർശ്വഫലങ്ങൾ ഇവയാണ്: മനം പുരട്ടൽ, ഛർദി, തലവേദന, ചിലപ്പോൾ മൈഗ്രെയിൻ, സ്തനങ്ങളിൽ വേദന, ശരീരഭാരം കൂടുക, ആർത്തവങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള രക്തസ്രാവം, സ്പോട്ടിംഗ്, പ്രത്യേകിച്ചും ഉപയോഗം തുടങ്ങിയ ആദ്യത്തെ കുറച്ചു മാസങ്ങളിൽ. ഈ ലക്ഷണങ്ങൾ സാധാരണയായി ശരീരം മരുന്നുമായി പൊരുത്തപ്പെടുമ്പോൾ തനിയെ മാറുന്നതാണ്. എന്നാൽ ഇത് ദീർഘകാലം നീണ്ടുനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണണം. ഇനി ചില ഗുരുതരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 1. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും പുകവലിക്കുന്നവരുമായ സ്ത്രീകൾ ഈ ഗുളിക ഉപയോഗിക്കുന്നത് ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ അവരിത് ഒഴിവാക്കുന്നതാണ് നല്ലത്. രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ, ഹൃദയസംബന്ധമായ അസുഖങ്ങളുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദം, കടുത്ത മൈഗ്രെയിൻ, കരൾ രോഗങ്ങൾ, സ്തനാർബുദം പോലെ ഹോർമോണുകളുമായി ബന്ധപ്പെട്ട ക്യാൻസർ എന്നിവയുടെ ചരിത്രമുള്ളവർ ഒരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ മരുന്ന് ഉപയോഗിക്കരുത്. കാലുകളിലോ കൈയിലോ പെട്ടെന്നുണ്ടാകുന്ന വേദനയും നീർക്കെട്ടും, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, നെഞ്ചുവേദന, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകരുത്. ഉടൻ വൈദ്യസഹായം തേടണം. ഇത് രക്തം കട്ടപിടിക്കുന്നതിന്റെ ലക്ഷണമാകാം. ഓർക്കുക, ഓവറോൾ ജി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കേണ്ട മരുന്നാണ്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും മറ്റു കാര്യങ്ങളും വിലയിരുത്തിയ ശേഷമേ ഡോക്ടർ ഇത് നിർദ്ദേശിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്? സാധാരണയായി ആർത്തവം തുടങ്ങിയ ആദ്യ ദിവസം മുതലാണ് ഈ ഗുളിക കഴിച്ചു തുടങ്ങേണ്ടത്. എല്ലാ ദിവസവും ഒരേ സമയം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം പോലും മുടങ്ങാതിരുന്നാലേ ഇതിന് പൂർണ്ണ ഫലം ലഭിക്കൂ. ഒരു ഡോസ് കഴിക്കാൻ മറന്നുപോയാൽ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോടോ ഫാർമസിസ്റ്റിനോടോ ചോദിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായി ഒരു വാക്ക്. അപ്പോൾ ഓവറോൾ ജി എന്ന ഗുളികയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു വളരെ ഫലപ്രദമായ മരുന്നാണ്. പക്ഷെ അത് ശരിയായ രീതിയിൽ ശരിയായ ആൾക്കാർ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത്. സുഹൃത്തുക്കളെ,
നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്വയം ചികിത്സ അപകടകരമാണ്. നിങ്ങൾക്ക് ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചോ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് സംസാരിക്കാൻ മടിക്കരുത്. അവർക്ക് നിങ്ങളെ ശരിയായ രീതിയിൽ നയിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ശരിയായ അറിവ് ഒരുപക്ഷെ പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ആരോഗ്യപരമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.